അങ്ങനെ കാത്തിരുന്ന് കർക്കിടകമായിട്ടാ ഇന്നാണ് വടക്കുന്നാഥൻ അമ്പലത്തിലെ ലോകപ്രസിദ്ധമായ ആനയൂട്ട് നടക്കുന്നത്. അപ്പൊ അവിടേക്കാണ് ഇന്ന് പോണത്. അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമ്മൾ വീഡിയോ ഉൾപ്പെടുത്താം. വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ. ഞങ്ങൾ കാലത്ത് 7 മണിയോട് കൂടി തന്നെ വടക്കുന്നാഥ ക്ഷേത്രത്തിന് മുമ്പിലുള്ള തേക്കിൻകാട് മൈതാനിയിലെത്തി. ആനകളൊക്കെ വന്നു തുടങ്ങുന്നൊരു സമയമായിരുന്നു കേട്ടോ അത്. ഏകദേശം 63 ആനകളാണ് ഇപ്രാവശ്യത്തെ ആനയൂട്ടിന് പങ്കെടുക്കാനായിട്ട് എത്തിയിരുന്നത്. അതിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് തന്നെ 10 ആനകളുണ്ടായിരുന്നു. പിടിയാനകളായിട്ട് 9 ആനകളുണ്ടായിരുന്നു. കർക്കിടക മാസത്തെ മഴക്കാലത്ത് നടക്കുന്ന ഗംഭീര ഒരു ഉത്സവമാണ് കേട്ടോ ഈ വടക്കുന്നാഥ ആനയൂട്ട്. കേരളത്തിലെ നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആനയൂട്ട് നടക്കുന്നത് നമ്മുടെ വടക്കുന്നാഥ ക്ഷേത്രത്തിലാണ്. ആനകളെ പൂരത്തിന് എഴുന്നള്ളിക്കുന്നതും അതുപോലെ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതും തെറ്റാണെന്നും ക്രൂരമാണെന്നും ആനകളെ പീഡിപ്പിക്കുകയാണെന്ന് പറയുന്നവരൊക്കെ ഈ ആനയൂട്ടൊന്ന് വന്ന് കാണേണ്ടത് തന്നെയാണ്. ആനയോടുള്ള സ്നേഹവും കരുതലും ഇവിടെ വന്നതിന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ ഉയരക്കേമന്മാർ വരെ ഈ ആനയൂട്ടിന് പങ്കെടുക്കുന്നുള്ളതും ഒരു പ്രത്യേകത തന്നെയാണ്. അതുപോലെ തന്നെ 4 വർഷത്തിലൊരിക്കൽ മാത്രം ഉണ്ടാകുന്ന ഗജപൂജയും ഈ കൊല്ലത്തെ ആനയൂട്ടിനുണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്ന വീഡിയോസൊക്കെ തേക്കിൻകാട് മൈതാനത്തിൽ വെച്ചെടുത്താണ്. ആനകളൊക്കെ ലോറിയിൽ വന്നിറങ്ങുന്നത് കാണാനായിട്ട് പ്രത്യേക ഭംഗി തന്നെയായിരുന്നു. കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. കരിവീരന്മാരൊക്കെ നല്ല കുറിയൊക്കെ തൊട്ട് കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. തൃശ്ശൂർ പൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഈ ആനയൂട്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആനകൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ പ്രധാന നടയിലൂടെയാണ് ഈ ആനകളൊക്കെ ആനയൂട്ടിനായിട്ട് ഉള്ളിലേക്ക് പോകുന്നത്. അതിനു മുമ്പായിട്ട് കുറേയൊക്കെ തൊട്ട് മാലയൊക്കെ ഇടിപ്പിച്ചിട്ടാണ് ആനകളൊക്കെ അകത്തേക്ക് വിടുള്ളൂ. കേരളത്തിലെ ഉയരക്കേമന്മാരായ പുതുപ്പള്ളി കേശവനും എറണാകുളം ശിവകുമാറും ഊക്കൻസ് കുഞ്ചു അങ്ങനെ കേരളത്തിലെ പല ദിക്കിൽ നിന്നുള്ള ആനകളും ഈ ആനയൂട്ടിനെത്തും. വടക്കുന്നാഥിൽ നടക്കുന്ന ഈ ആനയൂട്ടിന് വളരെയധികം കാലം പഴക്കമുണ്ട്. വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആചാരം കൂടിയാണ് ഈ ആനയൂട്ടും. ആനകളൊക്കെ അമ്പലത്തിനുള്ളിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് മൈക്കിൽ നിന്ന് കമൻട്രി വിളിച്ച് പറയുന്നത് കേൾക്കാം. അത് കേൾക്കാൻ തന്നെ ഭയങ്കര രസമാണ്. അവിടെ കേട്ട കമൻട്രിയുടെ കുറച്ച് ഭാഗം നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്യാട്ടോ. വടക്കുംനാഥൻ ക്ഷേത്രോപദേശക സമിതിയുടെയും കൊച്ചിൻ ദേവസ്വം ബോർഡും സംയുക്തമായിട്ടിതാ വീരഗജതാരങ്ങൾക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആനയൂട്ടൊരുങ്ങുന്ന ഈ പുണ്യഭൂമി ചെറുചാറ്റൽ മഴയുടെ നൈർമല്യത്തിൽ പ്രകൃതി പോലും അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഈ പുതിയാമത്തിൽ ഇതാ കർക്കടക മാസത്തിന്റെ പൊൻപുലരിയിൽ ഒരുങ്ങുന്നു വിശ്വപ്രസിദ്ധമായ ആനയൂട്ട്, വടക്കുംനാഥനാനയൂട്ട്. അതെ, എത്തിച്ചേരുന്ന ഗജതാരങ്ങൾക്ക്, വാരണവീരങ്ങൾക്ക് ഇഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന്റെ നൈർമല്യത്തിൽ അതിവിശിഷ്ടമായി ഒരുങ്ങുന്ന ആനയൂട്ട്, വടക്കുംനാഥനാനയൂട്ട്. ആനയൂട്ടിന് ഒരാഴ്ച മുമ്പേ തന്നെ അമ്പലത്തിനുള്ളിൽ ഒരുക്കങ്ങളൊക്കെ തുടങ്ങും കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ തോന്നും ഇതൊരു ആചാരമല്ലാന്ന്. കാരണം മനുഷ്യനും ആനയും തമ്മിലുള്ള ഒരു ആത്മബന്ധം തന്നെ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഈ ആനയൂട്ട് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് മനുഷ്യനും ജീവിക്കിടയിലുള്ള സഹവാസത്തിൻ്റെ. ആനകളോടും ജീവികളോടും ഒക്കെ കരുണയോടെ പെരുമാറാനും അവയെ ദൈവത്തെ പോലെ കാണാനൊക്കെ ഉള്ളൊരു ബോധം വരാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ ആനയൂട്ടൊക്കെ നടത്തുന്നത്. ഇതുപോലെ ആനയൂട്ട് നടത്തുന്നതും ആനകളെ ആരാധിക്കുന്നതൊക്കെ ലോകത്ത് വളരെ കുറവാണ്. ആനയൂട്ടിലെത്തുന്ന ഏതൊരു ആനയും ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ചിട്ട് വയറ് നിറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകുള്ളൂ.
ആനകൾക്ക് പൂജകളും രുചികരമായ ഭക്ഷണം നൽകുന്നത് സമ്പത്തിൻ്റെയും ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെയൊക്കെ ദേവനായ ഗണപതിയെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു മാർഗമായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത് കേട്ടോ. ആനകൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണത്തിൽ കരിമ്പ്, തേങ്ങ, ശർക്കര, പായസം, ഗണപതി പൂജയുടെ പ്രസാദം, പൈനാപ്പിൾ, പേരയ്ക്ക, തണ്ണിമത്തൻ എന്നിങ്ങനെ നിരവധി സാധനങ്ങളുണ്ടാവും. കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് ആനകൾക്ക് പ്രധാന പങ്കുണ്ട്. അവയെ പോറ്റുന്നത് ഒരു ശുഭകരമായ പ്രവൃത്തിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ശിവക്ഷേത്രമായ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ആനയൂട്ട് ലോകപ്രശസ്തവുമാണ്. ആനയൂട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ആനകൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് ഭക്തജനങ്ങളുടെ തിരക്കാണ് ഈ കാണുന്നത്. ആനകൾക്കൊക്കെ ആവശ്യമുള്ള ഭക്ഷണം ഇഷ്ടം പോലെ കഴിക്കുക എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. വടക്കുന്നാഥ ക്ഷേത്രം തന്ത്രിയാണ് ആദ്യമായി ആനകൾക്ക് ആനയൂട്ട് നടത്തുക. അതിനുശേഷം എല്ലാ ഭക്തജനങ്ങൾക്കും ആനകൾക്ക് കൂട്ടുകൊടുക്കാം. ഈ ഒരു ചടങ്ങിന് വേണ്ടി തന്നെ ആ ഒരു ഒറ്റ ദിവസം തന്നെ 10,000-ലേറെ തേങ്ങയും 3,500 കിലോയിലധികം ശർക്കരയും 1,500 കിലോയിലധികം അവലും മലരും കരിമ്പും ഒക്കെയാണ് ഈ പരിപാടിക്കായിട്ട് ഉപയോഗിക്കുന്നത്. ആനച്ചമയങ്ങളൊന്നും ഇല്ലാതെ ആനകൾ ഇങ്ങനെ നിരനിരയായിട്ട് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അത് കാണാൻ കൂടി വേണ്ടിയാണ് നിരവധി ഭക്തജനങ്ങൾ ഈ ആനയൂട്ടിനായിട്ട് ഇവിടെ എത്തിച്ചേരുന്നത്. അങ്ങനെ അവസാനം എല്ലാ ആനകളും തുമ്പിക്കൈ പൊക്കി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്ന് നന്നായിരുന്നു. അങ്ങനെ എല്ലാ കൊല്ലത്തെയും പോലെ ഈ കൊല്ലവും അടിപൊളിയായിട്ട് ആനയൂട്ട് കൂടാൻ പറ്റി എന്നുള്ളതും വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. 4 കൊല്ലത്തിലൊരിക്കൽ മാത്രം ഉണ്ടാകുന്ന ഗജപൂജയും ഈ കൊല്ലം കാണാൻ പറ്റി. ഇതൊന്നും കൂടാതെ 2 മാസം കൂടി കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ അടുത്ത ഉത്സവം തുടങ്ങും, ഓണത്തിൻ്റെ പുലിക്കളി. എന്തുകൊണ്ടും തൃശ്ശൂരിന് യോജിക്കുന്ന പേര് തന്നെയാണ് സാംസ്കാരിക തലസ്ഥാനം എന്നത്. അപ്പോൾ അടുത്ത കൊല്ലം ഇതിലും അടിപൊളിയായിട്ട് നമുക്കൊക്കെ ആനയൂട്ട് കൂടാട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കരുത്. പിന്നെ ആനയൂട്ടിന് വന്നാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുഭവങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളൂ.